ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന സഹോദരന്മാരെ അസ്സലാമു അലൈക്കും. ഈ വമ്പിച്ച മീലാദ് സമ്മേളനത്തിൽ ഒരു പ്രഭാഷണം ചെയ്യാൻ ക്ഷണിക്കപ്പെട്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ സഞ്ചരിക്കാറുള്ള ഒരു വഴിയരികിൽ ഒരു ഇരുനില വീട്, അത് ഒരു ജൂത കുടുംബം താമസിക്കുന്ന വീടായിരുന്നു. വീടിന്റെ മുകളിൽ ആ വീട്ടിലെ പെണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്നും കാത്തു നിൽക്കും. എന്തിന്? പൂമാല ഇട്ട് സ്വീകരിക്കാനല്ല, അവിടത്തെ പുണ്യം നേടാനല്ല, അവിടത്തോട്ടുള്ള അരീശം തീർക്കാനാണ്. അതിന് ആ പുണ്യമാക്കപ്പെട്ട മേനിലേക്ക് അവൾക്കൊന്നു കാർക്കിച്ചു തുപ്പണം. എല്ലാ ദിവസവും കാത്തിരിക്കും. എല്ലാ ദിവസവും പുണ്യ റസൂലിന്റെ മേനിലേക്ക് മ്ലാച്ഛമായ തുപ്പലെറിയും. പുണ്യ റസൂൽ ഒന്നും പറയില്ല. ആ തുപ്പൽ തുടച്ചു മാറ്റി കടന്നു പോകും. ഒരു ദിവസം തൻ്റെ ദേഹത്ത് തുപ്പൽ വീഴില്ല. കാരണം അന്ന് ആ പെണ്ണ് അവിടെ കാത്തിരുന്നില്ല. പെണ്ണിന്റെ അച്ഛനോട് അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, എന്റെ കൂട്ടുകാരിക്ക് എന്തു പറ്റി? അവളെ ഒന്നും കാണുന്നില്ലല്ലോ. അസുഖം ബാധിച്ചു തളർന്നു കിടക്കുകയാണ് അവളെന്ന് അച്ഛൻ മറുപടി പറഞ്ഞപ്പോൾ പുണ്യ റസൂൽ അനുമതി വാങ്ങി വീട്ടിലേക്ക് കടന്നു ചെന്നു. പെണ്ണ് അന്താളിച്ചു പോയി. ആരാണ് എന്റെ മുന്നിൽ നിൽക്കുന്നത്? ഇത് ദൈവദൂതൻ തന്നെ. പെണ്ണുറക്കെ വിളിച്ചു പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ആരാധനക്ക് അർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലാണെന്നും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. നബിയോട് സ്നേഹമുണ്ടോ എങ്കിൽ കുഫ്ർ പോലും ഇസ്ലാമാണെന്ന് കിഴക്കിന്റെ മഹാകവി മൊഴിഞ്ഞ സംഭവത്തോടൊപ്പം നമുക്ക് ചേർത്ത് വായിക്കാം. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.